മറ്റൊരു സംശയം ചോദിച്ചിരിക്കുന്നത്, ഈ റാഗിംഗ് കുറ്റകൃത്യത്തിൽ ഒരു കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഏതൊക്കെ ശിക്ഷാവിധികളാണ് ആ കുറ്റാരോപിതരുടെ മേൽ ചാർത്തപ്പെടുക, എന്തൊക്കെയാണ് പണിഷ്മെന്റ്സ് കിട്ടുക, അതെങ്ങനെ ആ വിദ്യാർത്ഥിയുടെ ഭാവിയെ എഫക്റ്റ് ചെയ്യും എന്നൊരു സംശയമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 2 തരത്തിലുള്ള പണിഷ്മെന്റാണ് UGC നിയമം പറയുന്നത്. ഒന്ന് 5 തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പണിഷ്മെന്റ്സ്, പിന്നെ ക്രിമിനൽ പണിഷ്മെന്റ്, ക്രിമിനൽ ഒഫൻസ് നടത്തുന്നതിൽ കോടതി കൊടുക്കുന്ന പണിഷ്മെന്റ്സ് ആണ്. ഇതിൽ ആദ്യത്തെ 5 പണിഷ്മെന്റ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് പണിഷ്മെന്റ്സ് എന്ന് പറയുന്ന സാധനം, അത് കോളേജിനകത്ത് ആന്റി റാഗിംഗ് കമ്മിറ്റി കൂടിയിട്ട് അല്ല ബന്ധപ്പെട്ട മറ്റ് കമ്മിറ്റികൾ കൂടിയിട്ട് തീരുമാനം എടുക്കുന്നതിനനുസരിച്ചാണ്. അതിൽ 5 എന്ന് പറയുന്നത് സസ്പെൻഷൻ, എക്സ്പെൽഷൻ, റെസ്റ്റിക്കേഷൻ, വിത്ഡ്രോവൽ, ഡീബാറിംഗ്. ഇങ്ങനെ 5 തരത്തിലുള്ള പണിഷ്മെന്റ്. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സസ്പെൻഡ് ചെയ്യാം. എക്സ്പെൽഷൻ എന്ന് പറഞ്ഞാൽ ആ കോളേജിൽ നിന്ന് പുറത്താക്കുക. അതാണ് സസ്പെൻഷൻ, എക്സ്പെൽഷൻ. പിന്നെ റെസ്റ്റിക്കേഷനൊക്കെ പറയുന്നത് ഒരുപക്ഷെ ആ കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ട് ഒരു പരിധി വരെ വേറെ ഒരു കോളേജിലും ചേരാൻ പറ്റാത്ത സ്ഥിതി വരികയാണ്. പിന്നെ ഒരു ശിക്ഷാവിധി എന്ന് പറയുന്നത് ഏതൊരു സ്ഥാപനത്തിൽ 4 വർഷത്തിന് ശേഷം മാത്രമേ മറ്റു കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റും എന്ന സ്ഥിതി ഉണ്ടാവും. അതുകൂടാതെ വിത്ഡ്രോവൽ, ഏതെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പോ ഗ്രാൻഡോ മറ്റോ ആ വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വിത്ഡ്രോ ചെയ്യപ്പെടും. ഇപ്പോൾ യൂണിവേഴ്സിറ്റി പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നത് അത് ഡീബാർ ചെയ്യുക, അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതാക്കുക. പിന്നെ ടൂർണമെന്റ്, കലാപരിപാടി, യൂണിവേഴ്സിറ്റി തലത്തിലും അല്ലാത്തതുമായ കലാപരിപാടികൾ, ടൂർണമെന്റുകൾ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നില്ലാതാക്കുക. അങ്ങനെയുള്ള പണിഷ്മെന്റ്സ് ഉണ്ട്. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പണിഷ്മെന്റ്സ്. നേരത്തെ പറഞ്ഞ സസ്പെൻഷൻ, എക്സ്പെൻഷൻ, റെസ്റ്റിക്കേഷൻ, വിത്ഡ്രോവൽ, ഡീബാറിംഗ്. രണ്ടാമത് ക്രിമിനൽ ഒഫൻസസിന്റെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിൽ ക്രിമിനൽ എലിമെന്റ് ഇൻവോൾവ് ചെയ്തിട്ടെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ അല്ലാതെയോ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കോടതി മുമ്പാകെ വിചാരണ നടക്കുന്ന ഒരു കേസ്, ആ കേസിൽ ആ ഒഫൻസിന്റെ, ആ ക്രൈമിന്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ചുള്ള പണിഷ്മെന്റ്സ് ആണ്. പിന്നെ ഒരു ചോദ്യം കൂടി പിന്നീട് വരാൻ സാധിക്കുന്നത് വെച്ചാൽ ഒരു പക്ഷേ പെർമനന്റ്ലി എഫക്റ്റ് ചെയ്യും. പെർമനന്റ്ലി എഫക്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഗിൽറ്റിയായ പണിഷ്മെന്റ് അവാർഡ് ചെയ്യപ്പെട്ടാൽ, കൺവിക്റ്റ് ചെയ്യപ്പെട്ടാൽ ആ കുട്ടി ചിലപ്പോൾ മാക്സിമം ഒരു 14 years വരെ അകത്തായാൽ വിദ്യാഭ്യാസത്തിന്റെ നല്ലൊരു കാലയളവ് തന്നെ ഇല്ലാതാവുകയാണ്. ആ കുട്ടിക്ക് പിന്നെ വിദ്യാഭ്യാസം കിട്ടുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുമാത്രമല്ല, എനിക്ക് ചെറിയ പണിഷ്മെന്റ്സ് വല്ലതും കിട്ടുകയാണെങ്കിൽ ഇപ്പോഴുള്ള ജോലിക്ക് മറ്റുള്ള അപേക്ഷകളിൽ വെദർ കൺവിക്റ്റഡ് ബൈ എ കോർട്ട് ഓഫ് ലോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പൊ അതിന് യെസ് എന്ന് കൊടുത്താൽ ആ ജോലി കിട്ടാനുള്ള സാധ്യതയ്ക്ക് മങ്ങലേൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിദ്യാർത്ഥിയെയും ആ ചെയ്ത വിദ്യാർത്ഥിയും അനുഭവിച്ച വിദ്യാർത്ഥിയും ചെയ്ത വിദ്യാർത്ഥിയുടെ കുടുംബത്തെയും അനുഭവിച്ച വിദ്യാർത്ഥിയുടെ കുടുംബത്തെയും സമൂഹത്തെ ഒട്ടാകെയും ആ സ്ഥാപനത്തിനെ വിപരീതമായി ബാധിക്കുന്ന ഒരു ക്രൈം ആണ്, ഒരു കുറ്റകൃത്യമാണ് റാഗിംഗ്. അതിൽ നിന്ന് എങ്ങനെയായാലും വിട്ടു നിൽക്കണം എന്നാണ് എനിക്ക് എൻ്റെ വിദ്യാർത്ഥി സമൂഹത്തോട് പറയാനുള്ളത്.